ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായാണോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് ചോറിനൊപ്പമായാലും ചപ്പാത്തിക്കൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ പരിപ്പ് കറി തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ബൗൾ പരിപ്പ്, നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ബൗൾ പരിപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി സാമ്പാർ വയ്ക്കാൻ എടുക്കുന്ന പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതിലോട്ട് ഒരു 3 പച്ചമുളക് നടുകെ ചീന്തിയതും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. തക്കാളി ആയാലും ഉള്ളി ആയാലും പച്ചമുളക് ആയാലും നമ്മൾ തയ്യാറാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൂടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചും അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ 1 വിസിൽ വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മളത് ലോ ഫ്ലെയിമിലോട്ട് മാറി ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ തുറന്ന് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വളരെ തിക്കായിട്ടുള്ള കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. ഇതേ രീതിയിൽ ഒരു തിക്കായി കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് ചോറുണ്ടായാലും ചപ്പാത്തിക്കായാലും വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈ കറിയിലോട്ട് ഒന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിലോട്ട് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 9 വെളുത്തുള്ളിയുടെ അല്ലി നടുകെ ചീന്തിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ അതിലോട്ട് ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കറിക്ക് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി കുറേ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും. ഞാൻ അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉള്ളിയൊക്കെ ഇതേ രീതി താളിച്ചെടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതേ രീതിയിൽ കറിയിലോട്ട് താളിച്ചൊഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കേരള പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിനൊപ്പം ആയാലും ചപ്പാത്തിക്കൊപ്പമായാലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചൊന്ന് കൊടുക്കണം. അതിനുശേഷം തുറന്ന് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ രീതിയിൽ 2-3 മിനിറ്റ് അടച്ചു വെച്ച് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ പരിപ്പ് കറി തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.